ഹായ് കൂട്ടുകാരെ, ചിത്രാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒത്തിരി നാളായാലേ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കോംബോയും ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ പരിചയപ്പെടുത്തിയിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന കുറച്ച് ഇൻഡോർ പ്ലാന്റിൻ്റെ കോംബോയാണ് കേട്ടോ. അപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമ്മൾ കോംബോ ഏതാണെന്ന് നോക്കാം. ഇതാണ് ഒന്നാമത്തെ പ്ലാന്റ്, നമ്മുടെ കോംബോയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒന്നാമത്തെ പ്ലാന്റ് ആണ്. ഇത് കണ്ടാൽ ഫിലോഡെൻഡ്രം വൈറ്റ് പ്രിൻസസ് ആണെന്നൊക്കെ തോന്നും, പക്ഷേ വൈറ്റ് പ്രിൻസസ് അല്ല കേട്ടോ. അതിനേക്കാളും ഒത്തിരി മനോഹരമായിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതാണ് ഫിലോഡെൻഡ്രം വൈറ്റ് നൈറ്റ് എന്നറിയപ്പെടുന്ന പ്ലാന്റ്. ഫിലോഡെൻഡ്രം വൈറ്റ് പ്രിൻസസിൻ്റെ ലീവ്സൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ, കുറച്ച് നീളത്തിലുള്ള ലീഫാണ്. പക്ഷേ ഫിലോഡെൻഡ്രം വൈറ്റ് നൈറ്റിൻ്റെ ലീഫിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ഓവൽ ഷേപ്പിലുള്ള പ്ലാന്റ് ആയിരിക്കും. അപ്പോൾ ഈ ഓവൽ ഷേപ്പിൽ ഈ ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. നന്നായി നമുക്ക് വളർത്തി വലുതാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഫിലോഡെൻഡ്രം വൈറ്റ് നൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു സൈസിൽ വരുന്ന നല്ല കളർ കയറിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈയാണ് ഇത്. ജിഫി ബാഗിൽ നട്ടിട്ടുള്ള നല്ല റൂട്ട് വന്ന തൈയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അടുത്ത പ്ലാന്റ് നോക്കിക്കേ, ഇതാണ് ഫിലോഡെൻഡ്രം റെഡ് ഹാർട്ട് എന്നറിയപ്പെടുന്ന വെറൈറ്റി. ഇത് കുറച്ച് കോസ്റ്റ്ലി ആയ പ്ലാന്റ് ആണ് കേട്ടോ. ഈ റെഡ് ഹാർട്ട് എന്ന് ഇതിൻ്റെ പേര് വരാൻ തന്നെ കാരണം ഇതിൻ്റെ ആ ഒരു കളറും അതുപോലെ തന്നെ അതിൻ്റെ ആ ലീഫിൻ്റെ ആ ഒരു ഷേപ്പും കൂടിയാണ്. ലീഫിൻ്റെ ഷേപ്പ് നോക്കിക്കേ, നല്ലൊരു ഹാർട്ട് ഷേപ്പിലുള്ള ലീഫാണ് വരുന്നത്. ഇതിൻ്റെ തളിർപ്പ് ഇലകളിലാണ് റെഡ് കളർ കയറി വരിക. പിന്നീട് ഈ റെഡ് കളർ കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും ഈ റെഡ് വരയൊക്കെ മാറിയിട്ട് പയ്യെ പയ്യെ ഒരു ഗ്രീനിഷ് കളറിലേക്ക് കയറി വരുന്നതായിട്ട് കാണാം. ഇതിങ്ങനെ പോട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ബുഷായിട്ട് നിൽക്കും. അധികം ഹൈറ്റ് വെക്കാത്തൊരു വെറൈറ്റിയാണ് ഈ ഫിലോഡെൻഡ്രം റെഡ് ഹാർട്ട് എന്ന് പറയുന്ന വെറൈറ്റി. ഇതിൻ്റെ നമുക്ക് ജിഫി ബാഗിൽ നട്ടിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ജിഫി ബാഗിൽ വെച്ചത് കാരണം നമുക്ക് റൂട്ടൊക്കെ സ്പ്രെഡ് ചെയ്ത് പുറത്തേക്ക് വന്നായിട്ട് കാണാം കേട്ടോ. ഇത് കണ്ടോ, ഫിലോഡെൻഡ്രം റെഡ് ഹാർട്ടിൻ്റെ ജിഫി ബാഗിൻ്റെ പുറത്തേക്കൊക്കെ നല്ല റൂട്ട് വന്ന തൈകളാണ് കേട്ടോ. അടുത്തത് നമുക്ക് ഫിലോഡെൻഡ്രത്തിൻ്റെ തന്നെ കാൽക്കിൻസ് ഗോൾഡ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഈ കാൽക്കിൻസ് ഗോൾഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ലീഫിൻ്റെ ആ ഒരു കളറും ആ ഒരു ഷേപ്പുമാണ് കേട്ടോ. നല്ല നീളത്തിൽ ലീഫ് വന്നിട്ട് നല്ലൊരു യെല്ലോയും ഗോൾഡൻ കളറും ഒക്കെ കൂടി മിക്സഡ് ആയിട്ടുള്ള ഒരു കളറാണ് നമ്മുടെ ഈ ലീഫിൽ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡോറായിട്ട് ടേബിളിലൊക്കെ വെക്കാനും അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടൊരു പ്ലാന്റ് ആണ്. ഇത് നമുക്ക് ഇൻഡോറായിട്ട് വെക്കുമ്പോൾ ഈ വൈറ്റ് കളർ പെയിൻറ്റിലൊക്കെ നല്ലൊരു ഭംഗിയായിട്ട് തോന്നും. അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജിഫി ബാഗിൽ നട്ടിട്ടുള്ള പ്ലാന്റാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ള വന്നത്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ അതായത് നമ്മുടെ ഈ കോംബോയിൽ 3 ഫിലോഡെൻഡ്രം വെറൈറ്റിയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് കേട്ടോ. എല്ലാം ജിഫി ബാഗിൽ വന്ന നല്ല റൂട്ട് വന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. അപ്പോൾ ഈ 3 ഫിലോഡെൻഡ്രം വെറൈറ്റിക്കും കൂടി റേറ്റ് വരുന്ന 320 രൂപയാണ് കേട്ടോ. വേണ്ടവർ മുകളിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.